കളങ്കാവൽ സിനിമയുടെ പ്രീ റിലീസ് ആ ഡേ അത് എനിക്ക് മാത്രമായിട്ട് ദൈവം തന്നൊരു ദിവസമാണ്. അതെനിക്കറിയാം. അതെൻ്റെ ജീവിതത്തിലൊരു മൊമെൻ്റായിരുന്നു. ഏറ്റവും കൂടുതൽ ശമ്പളമുള്ളത് പോലീസ് ജോലിക്കായതുകൊണ്ടാണ്. അല്ലാതെ ജനിച്ചപ്പോഴും എനിക്കൊരു പോലീസുകാരനാവണമെന്ന് കരുതിക്കൂട്ടി ഞാൻ പോലീസുകാരനൊന്നും ആയതല്ല. ഞാൻ ഈ ചെറിയ പ്രായം മുതൽ സിനിമ ആഗ്രഹിച്ച് കിടന്ന ഒരാൾക്ക് പോലീസല്ല, ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാൽ പോലും നമുക്ക് ആഗ്രഹത്തിൻ്റെ പുറകിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുനാൾ മുതലേ വീട്ടിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ ഒരു പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന പിള്ളേർ എന്തിനാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരായിട്ട് 2 സീനേ ഉള്ളൂ, പക്ഷേ അത് ഡയറക്റ്റ് ചെയ്യുന്നത് മറ്റേ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചൂസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നഷ്ടം എനിക്ക് മാത്രമാണ്, അത് മലയാള സിനിമയ്ക്കല്ല. ദുൽഖറും സമന്തയും ആയതുകൊണ്ട് തന്നെ എനിക്കൊരു താല്പര്യമില്ല ചെയ്യാൻ. കാര്യം പാൻ ഇന്ത്യൻ ആക്ടേഴ്സാണ്, ഇവരുടെ കൂടെ നമ്മൾ ചെയ്ത് നിൽക്കത്തില്ല. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരിക്കലും കിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് വളരെ മോശമായിട്ടൊരു ഓഡിഷൻ ചെയ്തു കൊടുത്തു. ഞാൻ തുടങ്ങി, നമ്മൾ മറ്റേ പണ്ട് എസ് എഴുതി തുടങ്ങുന്നില്ല, സാർ എൻ്റെ പേര് ജിബിൻ ഗോപിനാഥ് എന്നാണ്, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്, ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്നു, സാർ ഇതൊന്ന് കാണണം. അപ്പോൾ എനിക്കത് എന്തായാലും പുള്ളി കണ്ടിട്ടുണ്ടാവും, മോൻ്റെ പരസ്യമല്ലേ. ആ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാന്നതിനപ്പുറത്തേക്ക് അതെൻ്റെ ദിവസം. അത് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയും, അതെൻ്റെ ദിവസമായിരുന്നു. വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിലുള്ള ആളാണ് ഞാൻ. അച്ഛനൊരു പലചരക്ക് കട ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഈ കടക്കാരനായി അച്ഛൻ വലിയൊരു കടക്കാരനായിട്ട് മാറി, പിന്നെ അത് ക്ലോസായി.